എന്താ പരിപാടി എന്നറിയോ? സപ്പോർട്ടയിൽ കുറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. നല്ലപോലെ വിളഞ്ഞൊക്കെ ഞാൻ പറിച്ച് പഴുപ്പിച്ചായിരുന്നേ. പിന്നെ ഇതാ കുറച്ചും കൂടെ ഉണ്ട്, നന്നായിട്ട് വിളഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് പറിക്കാം, എന്നിട്ട് നമുക്ക് ഷെയ്ക്ക് അടിക്കാം. ഇപ്രാവശ്യമാണ് നമുക്ക് ഇത്രയും കിട്ടിയത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരെണ്ണം ഒക്കെ ഉണ്ടാവും, പൂക്കുമായിരുന്നേ, പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോവായിരുന്നു. ഇപ്രാവശ്യമാണ് നമുക്ക് കാ കിട്ടിയത്. അതെന്നാന്നറിയോ, ഇവിടെ ചോല ഉണ്ടായിരുന്നു. ഇതാ ഈ മുരിങ്ങയൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഇവിടുത്തെയൊക്കെ ചോല വെട്ടിക്കളഞ്ഞപ്പോ നല്ലപോലെ സൂര്യപ്രകാശം അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കായായി തുടങ്ങി. ജ്യൂസ് അടിക്കാം. അപ്പൊ ചൂട് കാലത്ത് നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ പറിച്ച് ജ്യൂസോ ഷെയ്ക്കൊക്കെ അടിക്കുമ്പോൾ നല്ല സുഖമല്ലേ, വിഷം അടിക്കാത്ത സാധനമല്ലേ. അപ്പൊ വാ, ആദ്യം തന്നെ സപ്പോർട്ടൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഇതിനകത്ത് കുറച്ച് ഇന്നലെയും പിന്നെ ഞാൻ നോക്കുക പഴുത്തത് നമുക്ക് കുറച്ച് ചാടിയിട്ടുണ്ട്, ഒരു 5-6 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കിട്ടിയതും എല്ലാം കൂടെ എടുത്ത് നമുക്ക് ഇങ്ങനെ അതിന്റെ ആ സ്കിന്നിനകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം, സ്കൂപ്പ് ചെയ്തെടുക്കാം. ചിക്കുവിന്റെ പിന്നൊക്കെ മാറ്റിയിട്ട് ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കുരുവൊക്കെ മാറ്റിയിട്ടുണ്ട്. പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പാല് ഇങ്ങനെ കട്ടയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തേനുണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട് കേട്ടോ, കുറച്ച് ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്. മേളില് നമ്മൾ ഐസ്ക്രീം ഇടും, ഫ്രീസറിൽ നിന്ന് ഞാൻ എടുക്കാത്തത് മെൽറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാമാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യമേ നമ്മുടെ ചിക്കു ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. ചിക്കു ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കുരു കണ്ട എടുത്തങ്ങ് മാറ്റിയേക്കണേ, കാണാതെ പോകുന്ന കുരുക്കള. ജ്യൂസറിലേക്ക് നമ്മൾ ചിക്കു എല്ലാം ഇട്ട് അടിച്ചെടുക്കാവേ. ഇച്ചിരി ബൂസ്റ്റ് നമുക്ക് പാലിനകത്ത് ഇടാം, എന്നിട്ട് അതൊന്ന് കറക്കിയെടുക്കാം. ഇത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് കറക്കി കിട്ടട്ടെ. ഇനി നമ്മള് പഞ്ചസാരയല്ല തേനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പഞ്ചസാര ഇഷ്ടമുള്ളവര് ആ പാലിനകത്ത് തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തോ. ഞാനിപ്പോ തേനാണ് ഉപയോഗിക്കുന്നത്. മധുരത്തിന് പാകത്തിന് തേൻ, ഐസ്ക്രീമും കൂടെ ചേരുന്നത് കൊണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കുറച്ച് ജ്യൂസ് അങ്ങോട്ട് ഒഴിക്കാം. അതിനകത്ത് നമുക്ക് കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ടോ. കുറച്ച് ജ്യൂസും കൂടെ ഒഴിച്ചു, കുറച്ച് ബൂസ്റ്റിന്റെ പൊടി ഇടാം, ഐസ്ക്രീം കുറച്ചെടുത്ത് വെക്കാം. പിള്ളേരെ പറ്റിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യാം. ചൂടല്ലേ, ചൂടുകാലാവുമ്പോൾ ഇച്ചിരി അവർ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിക്കട്ടെ അല്ലേ. ചിക്കു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിൽ പോയി വാങ്ങിച്ച് കുടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പം അതാ നോക്കിയേ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഐസ്ക്രീമും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഷുഗർ ചേർത്തേ, കാരണം ഓവർ മധുരം വേണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.